അമ്മേ എന്തോ മോളെ, നമ്മളിന്ന് എന്താ ചെയ്യാൻ പോണേ? ഇന്ന് നമ്മള് പയറാണ് പറിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മള് പയർ പറിച്ചായിരുന്നു. ഇപ്പം നമുക്ക് പയർ കുറച്ച് പറിക്കാനുണ്ട്. വലുത് നോക്കി നമുക്കങ്ങ് പറിക്കാല്ലേ? അല്ലെങ്കിൽ കിടന്ന് മൂത്ത് പോകും. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം കുറച്ച് പയർ പറിച്ചു. പക്ഷെ ഇന്നിപ്പോ നോക്കുമ്പോ പയർ പിന്നെയും വലുതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഐശ്വര്യമായിട്ട് നമ്മൾ പയർ ഹാർവെസ്റ്റ് ചെയ്യാൻ പോവാണേ. നല്ല നീളമുള്ള പയറാണ്. കുറച്ച് പയർ പറിക്കുമ്പോൾ തന്നെ നമുക്കൊരു തോരൻ വെക്കാനുള്ളതാകും കേട്ടോ. കുറേ നേരമായിട്ട് കിട്ടി. അടുത്ത പൂ പോകരുത്, പെട്ടെന്ന് നിങ്ങൾ വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് പോകും. നമ്മൾ പയർ ഹാർവെസ്റ്റ് ചെയ്യാൻ വളരെ സൂക്ഷിക്കണം. അടുത്ത പൂ പോകരുത്, പിന്നെ ആ കമ്പിന് ഒട്ടും മുറിവൊന്നും പറ്റരുത്. അങ്ങനെ ഒത്തിരി സൂക്ഷിച്ച് വേണം പയർ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇലക്കൊഴുപ്പ് കാരണം നമുക്ക് വയറടക്കുന്നത് കാണാനും പറ്റണം. കർക്കിടകം പത്തല കഴിക്കേണ്ട സമയമാണ്. 10 ഇല 10 സീസല. നമ്മൾ ഈ ഒരു സൈഡ് നിറച്ചും പയറാണ്. എല്ലാ പച്ചക്കറിയും ഇതിൻ്റെ സമയത്ത് വളരുന്നതുകൊണ്ട് നമ്മൾ പച്ചക്കറി എന്ന് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുണ്ട്. ഉണ്ടോ? പയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല നീളമുള്ള പയറാണ്. പയറിന് നല്ല നീളമായോണ്ട് നല്ല സുഖം വലിച്ചിങ്ങ് എടുത്തിട്ടങ്ങ് ഹാർവെസ്റ്റ് ചെയ്യുക. ഭയങ്കര സൂക്ഷിച്ച അമ്മ അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. കുറേ സമയം എടുത്ത് ഒന്നിനും മുറിവ് പറ്റാതെ. ഇത് കണ്ടോ, നമ്മുടെ ചെറിയ പച്ചപ്പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മമ്മി പറഞ്ഞത് പച്ചപ്പയറാണ്, അകത്ത് പച്ചപ്പുള്ള നമ്മൾ തോരനൊക്കെ വെക്കുന്ന പയറല്ലേ. അപ്പം ഞാൻ പറഞ്ഞത് അച്ചിങ്ങ പയറാണ്. നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? ആണോ? എന്നാ അമ്മ ഇത് ഹാർവെസ്റ്റ് ചെയ്താലോ? എന്നാ അത് പറിക്കാം. പഴുത്തെങ്കിൽ പിന്നെ അത് എടുക്കേണ്ട കാര്യമില്ല, ഇത് ഒടിയേണ്ട പ്രായം കഴിഞ്ഞു. ഇല്ലമ്മ അത് പറിച്ചോ. ഒടിയൻ പയർ അത് തന്നെ അച്ചിങ്ങ പയർ അല്ല? അല്ല, ഇത് പൊടിക്കേണ്ട പ്രായം കഴിഞ്ഞു. നമ്മുടെ പയറിൻ്റെ വിളവെടുപ്പ് ഏകദേശം വൈദ്യ ഒരു കൈക്കകത്ത് നിറച്ചും പയറുണ്ട്. നല്ല നീളമുള്ള പയർ കണ്ടിട്ട് തോന്നുന്നു അമ്മേനേക്കാളും നീളമുണ്ടെന്ന് കേട്ടോ. അത്രയ്ക്ക് നല്ല നീളമുള്ള പയറാണ്. നല്ല ഫ്രഷ് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ഇപ്പോൾ പറിച്ച പയറാണ് കേട്ടോ. പറിച്ച് കഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോൾ ദേ ഇവിടെ വേറൊരു പയർ. നമ്മൾ അതിനെ അങ്ങ് ഹാർവെസ്റ്റ് ചെയ്ത് പയർ കഴിഞ്ഞ് ഇനി അടുത്ത് തന്നെ പറിക്കുന്നേ? ആണോ? നമുക്ക് 2 പാവയ്ക്ക പറിക്കാം. ഇത് കണ്ടോ, അത് ദേ പഴുത്ത്. നമുക്കൊന്ന് അതിനെ പറിക്കാം. ഇവിടെ നമുക്കൊരു പാവയ്ക്കയുണ്ട്. നമ്മളത് ഇച്ചിരി മുഴുക്കുമെന്ന് പറഞ്ഞിട്ടിരുന്ന, പക്ഷെ അത് പഴുത്ത്. അപ്പം നമ്മൾ അതിനെയും ഹാർവെസ്റ്റ് ചെയ്ത് പഴുത്ത പാവയ്ക്ക വിത്തെടുക്കാം. ഇവിടെ എല്ലാം നമ്മുടെ പാവയ്ക്ക ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് പച്ചയും വെള്ളയും കൂടെ കളർന്നൊരു പാവയ്ക്കയാണ്. ഇവിടെ എല്ലാം റെഡിയാകും. പാവയ്ക്ക പോയി അടുത്ത വീട്ടിലേക്കും കൂടെ പോകുന്നുണ്ട്. അടുത്തത് വെണ്ടയ്ക്കയാണ്, കാണാവോ? ഇനി ബാക്കിയുള്ള വെണ്ടയ്ക്ക എല്ലാം വളർന്നു വരുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്ന വെണ്ടയ്ക്ക പറിക്കാം. ഇത് നമ്മുടെ വെളുത്തുള്ളി പറിച്ച സ്ഥലത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണേ. നമുക്ക് ഇവിടെ കായ റെഡി ആയിട്ടുണ്ട്. വെണ്ടയുടെ വെണ്ടയ്ക്ക ഇവിടെ ഒരെണ്ണമുണ്ട്.
ചെറിയ വെണ്ടയ്ക്കയത് കേട്ടോ, ചെറിയ വെണ്ടയുമാണ്. ചേട്ടാ മീനെ നമ്മൾ ഫ്രണ്ട് ഗാർഡനിൽ നിന്നാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനി ഫ്രണ്ട് ഗാർഡനിൽ എന്നാക്കിയാ മേളെ? വെണ്ടയ്ക്ക മാത്രമേ ഇപ്പം ഞാൻ ചെത്തുന്നുള്ളൂ. ആണോ? ഇപ്പം നമുക്ക് വെണ്ടയ്ക്ക പറിക്കാം. വെണ്ടയ്ക്കയാണ് പെട്ടെന്ന് മൂത്ത് പോണത്. വെണ്ടയ്ക്കയാണ് നമുക്ക് പെട്ടെന്ന് മൂത്തു പോകും, അതുകൊണ്ട് നമ്മളിന്ന് വെണ്ടയ്ക്കയാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. മറ്റേ അതുമായിട്ടില്ലേ അമ്മേ? ഇത് 2 ചെത്താണ്. ഇതായില്ല. ആയില്ല, ഇപ്പുറത്തെ പ്ലാന്റിൽ നിന്ന് പറിക്കാവേ. അത് നാളെ നിൽക്കും. ഇപ്പം നമ്മൾ വെണ്ടയ്ക്ക പറിച്ചു. ഇവിടെ നമുക്ക് കുറച്ച് നിപ്പുണ്ടെങ്കിലും നമ്മൾ മൂക്കാറാന്ന് നോക്കിയാണ് പറിച്ചത്. 2 എണ്ണം പറിച്ചിട്ടുണ്ട് ഇവിടുന്ന്. ഇനി ബാക്കിയൊക്കെ ഇവിടെ റെഡി ആവുന്നേ ഉള്ളൂ. അതെ, ഇവിടെ നമുക്കിത് നിറച്ച് കെയിൽ നിപ്പുണ്ട്. 2 കളറിലെ കെയിലും ഉണ്ട് കേട്ടോ. പച്ചയുണ്ട്, പിന്നെ പർപ്പിൾ കളറിലെ ഉണ്ട്, പിന്നെ അവിടെ കുറച്ച് ചീരയൊക്കെ നിപ്പുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ കാട് പോലെ പച്ചക്കറി നിപ്പുണ്ട്. ഇവിടെ നമ്മുടെ മുളക് നിപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയേ, ഇതാ വെള്ളയും പർപ്പിളും കൂടെ ചേർന്ന മുളകാണ്. നല്ല ഭംഗിയായിട്ടാണ് ഉണ്ടായി വരുന്നത് കേട്ടോ. മുളകൊക്കെ പറിക്കാറാകുന്നുണ്ട്. അമ്മ, നമ്മുടെ ഇന്നത്തെ ഹാർവെസ്റ്റ് കഴിഞ്ഞോ? ഇന്നത്തെ കഴിഞ്ഞു. എന്തൊക്കെയുണ്ട്? പയറുണ്ട്. വയറുണ്ടോ? പയറ് നമുക്ക് നല്ല നീളം പയറുണ്ട്. വെണ്ടയ്ക്കയുണ്ട്, പാവയ്ക്കയുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഹാർവെസ്റ്റ്. കണ്ടോ, നമ്മുടെ മുറ നിറയെ നമുക്ക് നല്ല നീളം പയറുണ്ട്. അതെ, ഒരു മുറ നിറയെ നമുക്ക് പയറുണ്ട്. നമുക്ക് പിന്നെ കുറച്ച് വെണ്ടയ്ക്കയുണ്ട്, പിന്നെ പാവയ്ക്ക നമ്മൾ പഴുത്തത് മാത്രമേ പറിച്ചുള്ളൂ. ബാക്കി എല്ലാം പറിക്കാൻ കിടപ്പുണ്ട്. ഹാപ്പിയാണോ? അടിപൊളിയാണ്. അപ്പൊ ശരി, താങ്ക് യു, ബൈ.